ഇന്ന് 7-ാം ദിവസമായ വിശുദ്ധ ശബ്ബത്ത് ദിനത്തിൽ യേശുവിൻ്റെ ജീവിതവും ചുറ്റുപാടും എന്ന ശീർഷകത്തിന് കീഴിൽ ദൈവവചനം നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മതനേതാക്കളും അവിടുത്തെ എതിർത്തവരും അവിടുത്തെ അപകീർത്തിപ്പെടുത്തുവാൻ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രത്തിലൂടെ ഈ കാലഘട്ടത്തിൽ സ്വർഗീയ പിതാവ് അൻസംഘവും സ്വർഗീയ മാതാവ് പുതിയ യെരൂശലേമും എങ്ങനെയുള്ള ജീവിതമാണ് നയിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പാപികളായ അവിടുത്തെ മക്കളുടെ രക്ഷയ്ക്കും മാനസാന്തരത്തിനും വേണ്ടി അവിടുന്ന് ഏതുതരം ജീവിതമാണ് നയിച്ചതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് കുറച്ച് സമയമെടുക്കാം. നമുക്ക് കൊലോസ്യർ അധ്യായം 2 വാക്യം 2 നോക്കാം. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാന്തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ടു ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്നുവച്ചു ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്നു നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇതു പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. കൊലോസ്യർ അധ്യായം 2 അനുസരിച്ച് എന്താണ് ദൈവമർമ്മം? അത് ക്രിസ്തുവാണ്. നാം ക്രിസ്തുവിനെയും അവിടുത്തെ ഉപദേശങ്ങളെയും ശരിയായി മനസ്സിലാക്കണമെന്ന് കൊലോസ്യർ 2-ാം അധ്യായത്തിലൂടെ വിശദീകരിക്കുന്നു. എല്ലാവരോടുമായി മർമ്മം എന്നത് എല്ലാവർക്കുമായി വെളിപ്പെടുന്നതാണോ? ഇല്ല, അങ്ങനെയല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ മർമ്മമായ ക്രിസ്തുവിനെ അവിടുത്തെ ആദ്യ വരവിൽ പോലും തിരിച്ചറിയുക എളുപ്പമായിരുന്നില്ല. നമുക്ക് മത്തായി 16-ാം അധ്യായം 18-ാം വാക്യം നോക്കാം. അധ്യായം 16 വാക്യം 18. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നു ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്കു തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. പത്രോസ് യേശുവിനെ ക്രിസ്തുവായി അംഗീകരിക്കുകയും അവന്റെ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്തപ്പോൾ അവിടുന്ന് ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് യേശു അവനോട് കൽപ്പിച്ചു. അങ്ങനെ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ വ്യക്തിത്വത്തെ എന്തു ചെയ്തു? അവിടുന്ന് സ്വയം വ്യക്തിത്വം മറച്ചുകൊണ്ട് രഹസ്യത്തിൽ വന്നു. രഹസ്യത്തിൽ വന്ന ക്രിസ്തുവിന്റെ ജീവിതവും ചുറ്റുപാടും എല്ലാവർക്കും എളുപ്പത്തിൽ അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒന്നായിരുന്നില്ല. ദൈവം രഹസ്യത്തിൽ വരികയും ജഡം ധരിച്ചുകൊണ്ട് അംഗീകരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും നമ്മെ പോലുള്ള ഒരു ജീവിതം നയിച്ചു എന്ന വസ്തുതയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇതിനെല്ലാം പിന്നിൽ നമ്മുടെ രക്ഷയ്ക്കായുള്ള ദൈവത്തിന്റെ മഹത്തായ പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് നാം മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ജീവിതം നയിക്കുവാൻ കാരണമായ നമ്മുടെ സ്വർഗീയ പാപങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയും അനുതപിക്കുകയും വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ വന്ന യേശു ആരാണ്? നമുക്ക് യെശയ്യാവ് 9-ാം അധ്യായം നോക്കാം. യെശയ്യാ അധ്യായം 9-ാം വാക്യം 6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യ. അവിടുന്ന് ആരാണ്? പിതാവ്. പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന യഹോവയായ ദൈവം പുത്രനായി ഈ ഭൂമിയിലേക്ക് വരുമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണിത്.
വാക്യം 7. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ദൈവം ഒരു ശിശുവായി, ഒരു പുത്രനായി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രവൃത്തി നിർവഹിക്കുന്ന പട്ടണത്തിന്റെ പേരിനെ കുറിച്ച് പോലും യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നു. നമുക്ക് അധ്യായം 9 വാക്യം 1 പോകാം. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവിടുന്ന് എവിടെ മഹത്വം നൽകും? അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്തു പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഏകദേശം അവിടുത്തെ വരവിനു 700 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജഡം ധരിച്ചുകൊണ്ട് അവിടുത്തെ പ്രവൃത്തി നിർവഹിക്കുന്ന ഗലീലി പ്രദേശത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലും പ്രവചിക്കപ്പെട്ടിരുന്നു. കൊലോസ്യർ അധ്യായം 2 വാക്യം 2 ദൈവമർമ്മമായ ക്രിസ്തുവിനെക്കുറിച്ച് അറിയേണ്ടത് വളരെ പ്രധാനമാണെന്ന് ദൈവം പറയുന്നു. യേശു പത്രോസിനോട് നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. യെശയ്യാവ് 9 അധ്യായം അനുസരിച്ച് ആരാണ് ദൈവപുത്രൻ? നീ പിതാവായ ദൈവമാണ് എന്നാണ് അവൻ അർത്ഥമാക്കിയത്. യോനയുടെ മകനായ ശിമയോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ദൈവം ഇത് നിങ്ങൾക്കായി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ടല്ലേ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്കു തരുന്നു എന്ന് യേശു പറഞ്ഞത്. അവിടുന്ന് ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് യേശു അവനോട് കൽപ്പിച്ചു. ഈ ഭൂമിയിലേക്ക് വന്ന ദൈവമായ ക്രിസ്തുവിന്റെ ജീവിതം ലോകം സങ്കല്പിക്കുന്ന രീതിയിൽ പ്രശസ്തിയും മഹത്വവും നിറഞ്ഞതായി ഒരിക്കലും വെളിപ്പെടുവാൻ കഴിയാത്തതിന്റെ ഒരു കാരണം ഇതാണ്. ഈ ഭൂമിയിലെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഈ കാര്യത്തിലോ ആ കാര്യത്തിലോ തെറ്റുകൾ കണ്ടെത്തുവാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും പ്രകൃതത്തിൽ അവിടുന്ന് ആരാണ്? അവിടുന്ന് ശക്തനായ ദൈവവും നിത്യപിതാവുമാണ്. ശക്തനായ ദൈവവും നിത്യപിതാവും ഈ ഭൂമിയിൽ വന്നപ്പോൾ എങ്ങനെയുള്ള ജീവിതം നയിച്ചുവെന്ന് നമുക്ക് ലൂക്കോസ് 11 അധ്യായത്തിലൂടെ നോക്കാം. 37 വാക്യത്തിൽ പരീശൻ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. നമുക്ക് 37 വാക്യം നോക്കാം. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പരീശൻ തന്നോടുകൂടെ മുത്താഴം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവനും അകത്തു കടന്ന് ഭക്ഷണത്തിനിരുന്നു. മുത്താഴത്തിനു മുമ്പേ കുളിച്ചില്ല എന്നു കണ്ടിട്ടു പരീശൻ ആശ്ചര്യപ്പെട്ടു. കർത്താവ് അവനോട്, പരീശന്മാരായ നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. മൂഢന്മാരെ, പുറം ഉണ്ടാക്കിയവൻ അല്ലയോ അകവും ഉണ്ടാക്കിയത്? അകത്തുള്ളതു ഭിക്ഷയായി കൊടുപ്പിൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധം ആകും എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് യേശു അവിടുത്തെ കൈകൾ കഴുകിയിരുന്നില്ല. അവിടുന്ന് കഴുകാത്ത കരങ്ങളാൽ ഭക്ഷണം കഴിച്ചു. യേശുവിന്റെ ഈ പ്രവൃത്തികൾ കണ്ടപ്പോൾ അവിടുത്തെ ക്ഷണിച്ച പരീശന്മാർ അത്യന്തം പരിഭ്രമിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. ദൈവവചനം പ്രസംഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ കുറഞ്ഞപക്ഷം ശുദ്ധനായി കാണപ്പെടുവാൻ ശ്രമിക്കണമായിരുന്നു. എന്നാൽ യേശുവിന്റെ ജീവിതം തികച്ചും വിപരീതമായിരുന്നു. ദൈവത്തിന്റെ വ്യക്തിത്വം തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടുള്ള വിധത്തിലുള്ള പ്രവൃത്തികൾ അവിടുന്ന് നിർവഹിക്കുകയും അവിടുത്തെ മഹത്വം പൂർണ്ണമായി മറച്ചുവെക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് മത്തായി 11 അധ്യായം 18 വാക്യം വായിക്കാം. യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു, അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും
ഇങ്ങനെയാണ് അവർ യേശുവിനെ വിശേഷിപ്പിച്ചത്. ജനങ്ങൾ അവിടുത്തെ ഒരു ഭക്ഷണപ്രിയൻ എന്നാണ് വിശേഷിപ്പിച്ചത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവിടുന്ന് അത്യാഗ്രഹത്തോടെ ഭക്ഷണം കഴിക്കുകയായിരുന്നുവെന്നാണ് അവർ അർത്ഥമാക്കിയത്. തിന്നിയും കുടിയനുമായ മനുഷ്യൻ, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് അവർ പറയുന്നു. മുൻകാലത്ത് ചുങ്കക്കാരും പാപികളും വളരെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരായി കണക്കാക്കപ്പെട്ടിരുന്നു. സാധാരണക്കാർ പോലും അവരുമായി സഹവസിച്ചിരുന്നില്ല. എന്നിട്ടും യേശു അവരെ അവിടുത്തെ സ്നേഹിതരായി കണക്കാക്കി. എന്തുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠനും അതിവിശുദ്ധനും ഏറ്റവും മഹത്വമുള്ള ദൈവം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് അത്തരമൊരു ജീവിതം നയിച്ചത്? അതെന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ മർമ്മം ക്രിസ്തുവാണ് എന്ന് കൊലോസ്യർ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. മാത്രമല്ല, അവിടുന്ന് ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് യേശു അവിടുത്തെ ശിഷ്യന്മാരോട് കൽപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അവിടുത്തെ ജനത്തെ കണ്ടെത്തുന്നതിനും മനുഷ്യരാശിയെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനുമായി ദൈവം ഈ വിധത്തിൽ ജീവിക്കുന്നത് തിരഞ്ഞെടുത്തു. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ തുടർന്നു പോകാം. നമുക്ക് ലൂക്കോസ് 15-ാം അധ്യായം 1-ാം വാക്യം നോക്കാം. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്നു പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പിറുപിറുത്തു. അക്കാലത്ത് പരീശന്മാരും നിയമജ്ഞരും വിശുദ്ധരാണെന്ന് നടിച്ചു. എന്നാൽ യേശു ചുങ്കക്കാരെയും പാപികളെയും സ്വാഗതം ചെയ്യുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അവിടുന്ന് ഒട്ടും മഹത്വമുള്ളവനായല്ല പ്രത്യക്ഷപ്പെട്ടത്. യേശു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല എന്ന് ഈ രംഗത്തെക്കുറിച്ച് സുവിശേഷത്തിന്റെ എഴുത്തുകാരനായ ലൂക്കോസ് രേഖപ്പെടുത്തി. ഈ യുഗത്തിൽ യേശു ഈ രീതിയിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ എന്തു സംഭവിക്കും? നമുക്ക് മത്തായി 21-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് തിരിയാം. ഈ രണ്ടുപേരിൽ ആർ ആകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്നു സത്യമായിട്ടു ഞാൻ നിങ്ങളോട് പറയുന്നു. അക്കാലത്ത് ഏറ്റവും നിന്ദിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും മനുഷ്യരെക്കാൾ താഴ്ന്നവരുമായി കണക്കാക്കപ്പെട്ടിരുന്നവരുമായിരിക്കും ദൈവരാജ്യത്തിൽ ആദ്യം പ്രവേശിക്കുന്നതെന്ന് പഠിപ്പിച്ചുകൊണ്ട് യേശു ചുറ്റി സഞ്ചരിച്ചു. എല്ലാവരോടുമായി ഇത് സങ്കൽപ്പിക്കുക. എന്തുകൊണ്ടാണ് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വം മറച്ചുകൊണ്ട് അത്തരമൊരു ജീവിതം നയിച്ചത്? ഈ വിഷയത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി, അതായത് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയാണ് ദൈവം ഈ ജീവിതപാതയിലൂടെ സഞ്ചരിച്ചതെന്ന നിഗമനത്തിൽ നാം എത്തുന്നു. യെശയ്യാവ് അധ്യായം 53-ൽ എഴുതിയിരിക്കുന്നതുപോലെ അത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമായിരുന്നു. നാം സ്വർഗത്തിൽ പാപം ചെയ്തിരുന്നില്ലെങ്കിൽ ഇത് ഒരിക്കലും ദൈവത്തിന് സംഭവിക്കുമായിരുന്നില്ല. നമ്മുടെ സർവശക്തനായ പിതാവായ ദൈവം ദരിദ്രർക്കും എളിയവർക്കും ദുർബലർക്കും ലോകത്തിലെ മനുഷ്യരെക്കാൾ താഴ്ന്നവരായി കണക്കാക്കപ്പെട്ടവർക്കും പ്രതീക്ഷ നൽകിക്കൊണ്ട് സ്വർഗരാജ്യം നിലവിലുണ്ടെന്ന സത്യത്തിലേക്ക് അവരെ ഉണർത്തി. എന്നിരുന്നാലും പരീശന്മാരും ശാസ്ത്രിമാരും ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തങ്ങൾ ആരാധിക്കുന്നുവെന്ന് അവകാശപ്പെട്ട ദൈവത്തെ പരിഹസിക്കുകയും തുപ്പുകയും ക്രൂശിക്കുകയും ചെയ്തു. നീ വെറും ഒരു മനുഷ്യനായിരിക്കെ ദൈവമെന്ന് അവകാശപ്പെടുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടുത്തെ കല്ലെറിയുവാൻ കല്ലുകൾ എടുത്ത് ദൈവത്തിനെതിരെ ദുഷ്പ്രവൃത്തികൾ ചെയ്തു. ദൈവം ഈ ഭൂമിയിലേക്ക് ആകാശത്തിലെ മേഘങ്ങളിലോ സ്വർഗീയ അഗ്നിരഥങ്ങളിലോ 10,000-കണക്കിന് ദൂതന്മാരോടൊപ്പം വന്നിരുന്നെങ്കിൽ അക്കാലത്തെ പരീശന്മാരും ശാസ്ത്രിമാരും മതനേതാക്കളും യേശുവിനോട് ഈ രീതിയിൽ പെരുമാറുവാൻ ധൈര്യപ്പെടുമായിരുന്നു. എന്നിരുന്നാലും അവിടുന്ന് ഒരു താഴ്ന്ന സ്ഥാനത്ത് വന്നതിനാൽ ആളുകൾ അവിടുത്തെ തിരിച്ചറിയാതിരിക്കുകയും അവിടത്തോട് മോശമായി പെരുമാറുകയും ചെയ്തു.
പത്രോസ് അവിടുത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയരുത്, കാരണം ഞാൻ ഈ ഭൂമിയിൽ രഹസ്യമായി വന്നിരിക്കുന്നു എന്ന് അവിടുന്ന് അവനോട് കൽപ്പിച്ചു. നമുക്ക് 2 കൊരിന്ത്യർ 4 അധ്യായം നോക്കാം. നമുക്ക് 4 അധ്യായം 4 വാക്യം നോക്കാം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സു കുരുടാക്കി. അവിടുന്ന് ആരാണ്? ദൈവപ്രതിമയായ ക്രിസ്തു. ക്രിസ്തു ദൈവമാണ്. യെശയ്യാവ് 9 അധ്യായം അനുസരിച്ച് അവിടുന്ന് ശക്തനായ ദൈവമാണ്, മറ്റെന്താണ്? നിത്യപിതാവ്. ഗലീലയെ മഹത്വം വരുത്തുവാനും ഒരു വലിയ പ്രകാശം പ്രകാശിപ്പിക്കുവാനും അവിടുന്ന് വരുമെന്ന് യെശയ്യാവ് 9 അധ്യായത്തിൽ പ്രവചിച്ചിട്ടില്ലേ? നമുക്ക് വാക്യം 6 പോകാം. ഇരുട്ടിൽ നിന്നു വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളിച്ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. യേശു സ്വയം ദൈവമല്ല എന്ന പ്രകൃതത്തിൽ രൂപഭാവം മാറി നടന്നാലും അവിടുത്തെ പ്രവൃത്തികൾ ആ രൂപഭാവത്തെ പ്രതിഫലിപ്പിച്ചാലും അവിടുത്തെ യഥാർത്ഥ ജനം എങ്ങനെ പ്രതികരിക്കണം? നാം തീർച്ചയായും അവിടുത്തെ തിരിച്ചറിയണം. സ്വർഗീയ മക്കളെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ കരുതലിൽ സ്വർഗത്തിന്റെ എല്ലാ മഹത്വവും മറച്ചുകൊണ്ട് ദൈവം ജഡത്തിൽ രഹസ്യമായി ഈ ഭൂമിയിലേക്ക് വന്നു. അക്കാലത്ത് ദൈവത്തെ തിരിച്ചറിഞ്ഞ ആളുകളും പിന്തിരിഞ്ഞു പോയ ആളുകളും ഉണ്ടായിരുന്നു. 5000 പേർ അവിടുത്തെ അനുഗമിച്ചു. എന്നാൽ യോഹന്നാൻ അധ്യായം 6 വാക്യം 66 അവർ എന്തു ചെയ്തുവെന്ന് പറയുന്നു. അവിടുത്തെ ശിഷ്യന്മാരിൽ പലരും പിന്തിരിഞ്ഞു പോയി എന്ന് പറയുന്നു. ദൈവം സ്വയം വരികയും അവർക്ക് ഉപദേശങ്ങൾ നൽകുകയും അവരുടെ ഭാവനകൾക്കപ്പുറം അത്ഭുതകരമായ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടും അവിടുന്ന് അവരുടെ ആഗ്രഹം നിറവേറ്റാത്തതിനാൽ അവർ അവിടുത്തെ വിട്ടു പിന്തിരിഞ്ഞു പോയി. ഇത്തരത്തിലുള്ള സാഹചര്യം സുവിശേഷത്തിൽ പലതവണ പരാമർശിക്കപ്പെടുന്നു. യേശുവിന്റെ കാലത്തെ ചുറ്റുപാടുകൾ എങ്ങനെയുള്ളതായിരുന്നു? ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് എങ്ങനെയുള്ള ജീവിതമാണ് നയിച്ചത്? എന്നിരുന്നാലും പത്രോസും യോഹന്നാനും യാക്കോബും അവിടുത്തെ ഉപദേശങ്ങൾ പിന്തുടരുകയും അവസാനം വരെ അവിടത്തോടു കൂടെ നിൽക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തില്ലയോ എന്ന് യേശു പറഞ്ഞത്. യോഹന്നാൻ അധ്യായം 6 യേശു സന്തോഷിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ യുഗത്തിൽ യേശു സ്വയം വരികയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്താൽ ആമേൻ എന്ന് പറയുകയും അവിടുത്തെ 100% അനുഗമിക്കുകയും ചെയ്യുമെന്ന് നാം വിചാരിച്ചേക്കാം. എന്നാൽ അത് അങ്ങനെയല്ല. നമുക്ക് യോഹന്നാൻ 6 അധ്യായം 66 വാക്യം നോക്കാം. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവർ എന്താണ് ചെയ്യാതിരുന്നത്? അവനോട് കൂടെ സഞ്ചരിച്ചില്ല. അവൻ, അതായത് യേശു, നശിച്ചുപോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്കു നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ടു തന്നെ പ്രവർത്തിപ്പിൻ എന്ന് യേശു പറഞ്ഞപ്പോൾ ഇത് കഠിനമായ ഒരു ഉപദേശമാണ്. ആർക്ക് അത് സ്വീകരിക്കുവാൻ കഴിയും എന്ന് അവർ പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞുപോയി. സർവശക്തനായ ദൈവം സ്വയം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് അവരെ പഠിപ്പിച്ചെങ്കിലും പലരും പിന്തിരിഞ്ഞു പോയിരുന്നു. വാക്യം 67. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്നു ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനെ കൃത്യമായി അറിയുന്നവർ അവസാനം വരെയും അവിടുത്തെ ഉപദേശങ്ങൾ പിന്തുടർന്നു. എന്നാൽ അവിടുത്തെ പിന്തുടരാത്തവരായ സാധാരണക്കാർ അവിടുത്തെ അനുഗമിച്ചിരുന്നില്ല. ദൈവമെന്ന നിലയിൽ അവിടുത്തെ മനസ്സിലാക്കുന്നത് സാധാരണക്കാർക്ക് എളുപ്പമായിരുന്നില്ല എന്നല്ലേ ഇതിനർത്ഥം? 5 ബാർലി അപ്പവും 2 മീനും ഉപയോഗിച്ച് 5000 പേർക്ക് അവിടുന്ന് ഭക്ഷണം നൽകുകയും 12 നിറയെ കൊട്ടകൾ അവശേഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ ഈ കവിഞ്ഞൊഴുകുന്ന ശക്തിയും അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിച്ചു. അവർ അപ്പം തിന്നിരുന്നെങ്കിലും അവർ അവിടുത്തെ വിട്ടുപോയി. ഇത് ശരിക്കും വിസ്മയകരമാണ്. അത്തരമൊരു ചുറ്റുപാടിലായിരുന്നു ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചത്. ക്രിസ്തുവിൽ ഇത്ര ചെറിയ വിശ്വാസമുള്ള ലോകത്താണ് അവിടുന്ന് ജീവിതം നയിച്ചത്.
യോഹന്നാൻ 10-ാം അധ്യായവുമായി തുടർന്നു പോകാം. യോഹന്നാൻ അധ്യായം 10 വാക്യം 30. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ല് എടുത്തു. യേശു അവരോട്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏതു പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്നു ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നതു കൊണ്ടുമത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. യേശു ദൈവമാണോ അല്ലയോ? അവിടുന്ന് ഒരു ശിശുവായി, ഒരു മകനായി ജനിക്കുമെങ്കിലും അവിടുന്ന് ശക്തനാം ദൈവവും നിത്യപിതാവുമാണെന്ന് യെശയ്യാ പ്രവാചകൻ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നിരുന്നാലും ആ കാലത്തെ സാഹചര്യങ്ങൾ കാരണം വെറും ഒരു മനുഷ്യനായിരിക്കെ എങ്ങനെ അവന് ദൈവമാകുവാൻ കഴിയും എന്ന് ആളുകൾ ചോദിച്ചു. ഇങ്ങനെയാണ് അവർ അവിടത്തോട് പെരുമാറിയതെങ്കിലും അവിടുന്ന് നമ്മുടെ രക്ഷയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോകത്തിന്റെ എല്ലാ പാപങ്ങളുടെയും ഭാരം വഹിച്ചുകൊണ്ട് അവിടുത്തെ മക്കൾ രക്ഷിക്കപ്പെടുന്നതുവരെ അവിടുന്ന് പുതിയ ഉടമ്പടിയുടെ പാതയിലൂടെ നടന്നു. ദൈവത്തിന്റെ കൃപയും സ്നേഹവും ത്യാഗവും അർപ്പണവും നാം ഒരു കാരണവശാലും മറക്കരുത്. എന്നിരുന്നാലും ലജ്ജയില്ലാത്ത ചില ആളുകൾ അവിടുത്തെ കല്ലെറിയുവാൻ ശ്രമിച്ചു. നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് പോകാം. യോഹന്നാൻ 6-ാം അധ്യായം 41-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു. ഇവൻ യോസേഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു. യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നില്ലേ? ജഡരൂപത്തിൽ സ്വർഗത്തിൽ നിന്നു ഇറങ്ങി വന്ന ദൈവത്തെ യഹൂദന്മാർ തിരിച്ചറിഞ്ഞിരുന്നില്ല. മറിയം എന്ന സ്ത്രീയുടെ ശരീരത്തിലൂടെയാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത്. അവന്റെ പിതാവ് യോസേഫല്ലേ? നമുക്കു അവന്റെ മാതാപിതാക്കളെ അറിയാമല്ലോ. പിന്നെ താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നതുപോലുള്ള ഒരു കളവ് അവൻ എങ്ങനെ പറയുവാൻ കഴിയും? ഈ സാഹചര്യത്തിൽ അവർക്ക് യേശുവിനെ ദൈവമായി സ്വീകരിക്കുവാൻ കഴിയുമായിരുന്നു. അവിടുത്തെ ക്രൂശിക്കുന്നതിൽ അവർ നേതൃത്വം വഹിച്ചു. മാത്രമല്ല, അവന്റെ രക്തം തങ്ങളുടെ മേലും തങ്ങളുടെ മക്കളുടെ മേലും വരട്ടെയെന്ന് അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ പറയുവാൻ യഹൂദന്മാർക്കു മതിയായ ആത്മവിശ്വാസമുണ്ടായിരുന്നു. നമുക്ക് യോഹന്നാൻ 7-ാം അധ്യായത്തിലേക്ക് പോകാം. യോഹന്നാൻ അധ്യായം 7 വാക്യം 14. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്നു യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ലളിതമായി പറഞ്ഞാൽ, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്നതുപോലുള്ള നിഷേധാത്മകമായ കാര്യങ്ങളും അവർ പറഞ്ഞിരുന്നു. വാക്യം 41. വേറെ ചിലർ, ഇവൻ ക്രിസ്തു തന്നെ എന്നും മറ്റു ചിലർ, അവിടുന്ന് എവിടെ നിന്ന് വരുമെന്നാണ് അവർ പറഞ്ഞത്. ഗലീലിയിൽ നിന്നോ ക്രിസ്തു വരുന്നത്? ക്രിസ്തുവിന് ഒരിക്കലും ഗലീലിയിൽ നിന്ന് വരുവാൻ സാധിക്കയില്ലെന്ന് ഞങ്ങൾക്കു അറിയാം എന്ന് പറഞ്ഞു. എന്നിരുന്നാലും യേശു ഗലീലയിൽ നിന്നല്ലേ വന്നത്? ഇപ്രകാരം അവർ യേശുവിനെ വീണ്ടും അപകീർത്തിപ്പെടുത്തി. നമുക്ക് യോഹന്നാൻ 1-ാം അധ്യായം നോക്കാം. 43-ാം വാക്യം. പിറ്റന്നാൾ യേശു ഗലീലയ്ക്കു പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയാസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സയിദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറത്തുകാരൻ തന്നെ എന്നു പറഞ്ഞു. നഥനയേൽ അവനോട്, നസറത്തിൽ നിന്നു വല്ല നന്മയും വരുമോ എന്നു പറഞ്ഞു. യേശു സുവിശേഷം പ്രസംഗിച്ച പ്രദേശമായ നസ്രത്ത് നല്ല പട്ടണമോ നല്ല പ്രശസ്തിയുള്ള സ്ഥലമോ ആയിരുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നസറത്തിൽ നിന്നു വല്ല നന്മയും വരുമോ? നമുക്ക് കാണുവാൻ സാധിക്കുന്നതുപോലെ അവിടുത്തെ ജീവിത രീതിയും ചുറ്റുപാടും ക്രിസ്തുവിന്റെ മഹത്വം മറയ്ക്കുവാൻ പര്യാപ്തമായ സാഹചര്യങ്ങളായിരുന്നു.
അത്തരമൊരു സാഹചര്യത്തിൽ യേശുവിനെ ദൈവം അല്ലെങ്കിൽ ക്രിസ്തു ആയി ആരും സ്വീകരിച്ചിരുന്നില്ല. അതിനാൽ യേശു എന്താണ് പറഞ്ഞത്? നമുക്ക് മത്തായി 11-ാം അധ്യായം നോക്കാം. മത്തായി അധ്യായം 11 വാക്യം 2. യോഹന്നാൻ കാരാഗൃഹത്തിൽ വച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ടു തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയിർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. ഇടറുക എന്നാൽ വീഴുക എന്നാണ് അർത്ഥമാക്കുന്നത്. യേശുവിനെ ചൊല്ലി വിശ്വാസത്തിൽ നിന്നു ഇടറാത്തവന്റെ അല്ലെങ്കിൽ വീണുപോകാത്തവന്റെ കാര്യം എങ്ങനെയാണ്? അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യേശു ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന്റെ മർമ്മമായിട്ടാണ്. ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും പത്രോസും മറ്റു ചില ശിഷ്യന്മാരും അവിടുത്തെ തിരിച്ചറിയുകയും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ആരാധിക്കുകയും ചുറ്റുമുള്ള എല്ലാവരോടും അവിടുത്തെ ഉപദേശങ്ങൾ പ്രസംഗിക്കുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്തു. എന്നിരുന്നാലും മറ്റെല്ലാവരുടെയും സാഹചര്യങ്ങൾ നോക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ 24-ാം അധ്യായത്തിൽ യേശുവിൽ വിശ്വസിച്ചവരെ നസറായ വിഭാഗം എന്ന ആളുകൾ ആരോപിച്ച മുൻകാല സഭയുടെ സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഉത്സവവേളയിൽ ഒരു പാപിയെ മോചിപ്പിക്കുന്ന ആചാരം യഹൂദന്മാർക്കുണ്ടായിരുന്നു. കവർച്ചക്കാരനായ ബറബ്ബാസിനേക്കാൾ നീതിയുള്ളവനും സൗമ്യതയുള്ളവനുമായ യേശുവിനെ മോചിപ്പിക്കുവാൻ ജനം ആവശ്യപ്പെടുകയില്ലേ എന്ന് പീലാത്തോസ് ചിന്തിച്ചു. യേശുവിനെയോ ബറബ്ബാസിനെയോ, ഈ രണ്ടുപേരിൽ ആരെയാണ് മോചിപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അവൻ അവരോട് ചോദിച്ചു. എന്നിരുന്നാലും ബറബ്ബാസിനെ വിട്ടേക്കുക എന്ന് എല്ലാവരും പറഞ്ഞു. മാത്രമല്ല യേശുവിനെ ക്രൂശിക്ക എന്ന് അവർ നിലവിളിച്ചു. ആരാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തത്? അക്കാലത്തെ മതനേതാക്കൾ യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ പോലും ആളുകളെ വശീകരിച്ചില്ലേ? യേശു ക്രൂശ് ചുമക്കുമ്പോൾ ആളുകൾ യാതൊരു മടിയും കൂടാതെ അവിടുത്തെ അപമാനിച്ചു. പടയാളികൾ അവിടുത്തെ വസ്ത്രങ്ങൾക്കായി ചീറ്റിട്ടു. ചിലർ അവിടുത്തെ മേൽ തുപ്പി, ചിലർ അവിടുത്തെ കണ്ണുകൾ അടച്ചു മുഷ്ടിച്ചുരുട്ടി അവിടുത്തെ അടിച്ചു. മനുഷ്യരാശി കാണത്തക്ക വിധം ദൈവം അവിടുത്തെ മഹത്വത്തിന്റെ പ്രകാശം വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. എന്നിരുന്നാലും അവിടുന്ന് അവിടുത്തെ മഹത്വം മറച്ചുവെച്ചു. ഈ സാഹചര്യത്തിലും ചിലർ അവിടുത്തെ നിത്യജീവന്റെ വാക്കുകളിലേക്ക് മാത്രം നോക്കുകയും അവിടുത്തെ അനുഗമിക്കുകയും ചെയ്തു. ഇത്തരം സത്യസന്ധരായ ദൈവജനത്തെയാണ് ദൈവം അന്വേഷിക്കുന്നതെന്ന് നാം ഒരിക്കലും മറക്കരുത്. സ്വർഗീയ പിതാവിന്റെയും മാതാവിന്റെയും കൃപ അനുസ്മരിച്ചുകൊണ്ട് നാം മാനസാന്തരത്തിന്റെ ഒരു ജീവിതം നയിക്കുകയും നമ്മെ രക്ഷിക്കുവാനായി ഈ ഭൂമിയിലേക്ക് വന്ന പിതാവിനും മാതാവിനും നന്ദി അർപ്പിക്കുകയും വേണം. അതിനാൽ അപേക്ഷയുടെ പ്രാർത്ഥനയേക്കാൾ മാനസാന്തര പ്രാർത്ഥന ദൈവത്തിന് കൂടുതൽ സ്വീകാര്യമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഇത് ചെയ്യുക. ദയവായി അങ്ങനെ ചെയ്യൂ. തീർച്ചയായും ഇവയെല്ലാം പ്രാർത്ഥനകളാണ്. അത്തരമൊരു സ്ഥാനവും നിലപാടും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും ദൈവം നമുക്ക് വേണ്ടി ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ തിരഞ്ഞെടുത്തു എന്ന വസ്തുതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവകൃപയെക്കുറിച്ചും അവിടുന്ന് നമുക്ക് എല്ലാ ദിവസവും നൽകിയ അതിരറ്റ സ്നേഹത്തെക്കുറിച്ചും അർപ്പണത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ അറിയുന്ന സ്വർഗീയ മക്കളായി നാം എല്ലാവരും മാറണം. ഞാൻ സ്വർഗത്തിൽ പിതാവിന്റെയും മാതാവിന്റെയും മുമ്പാകെ പാപം ചെയ്തു. ഈ ഭൂമിയിൽ എൻ്റെ സ്വർഗീയ മാതാപിതാക്കൾക്ക് വീണ്ടും അത്തരം വേദനയും കഷ്ടപ്പാടും അനുഭവിക്കുവാൻ ഞാൻ ഇടയാക്കി എന്ന് ചിന്തിക്കുകയും മാനസാന്തരപ്പെടുകയും വേണം. പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ ഇന്ന് ആളുകൾ ദൈവസഭയെ കാണുന്ന രീതി മുൻകാല സഭയെ ആളുകൾ വീക്ഷിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമല്ല. അക്കാലത്ത് ആളുകൾ യേശുവിനെ എങ്ങനെ വീക്ഷിച്ചുവോ അതുപോലെ തന്നെയാണ് ഇന്ന് ക്രിസ്തു അൻസംഘോങ്ങിനെയും പുതിയ യെരുശലേം സ്വർഗീയ മാതാവിനെയും വീക്ഷിക്കുന്നതെന്ന് നമുക്ക് ഓർമ്മിക്കാം.
യെശയ്യാവ് 60-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ആ ദിവസങ്ങളെല്ലാം എങ്ങനെ വിവരിക്കപ്പെടുന്നു? നിന്റെ ദുഃഖത്തിന്റെ നാളുകൾ എന്ന് എഴുതിയിരിക്കുന്നു. എന്നിരുന്നാലും ദുഃഖത്തിന്റെ ആ ദിവസങ്ങൾക്ക് എന്ത് സംഭവിക്കും? അത് അവസാനിക്കും. ദുഃഖത്തിന്റെ നാളുകൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവിടുത്തെ മക്കൾക്ക് സ്വർഗത്തിലേക്ക് മടങ്ങുവാൻ കഴിയും എന്ന് പറയുന്ന വാക്കുകളിലേക്ക് നമുക്ക് തിരിയാം. യെശയ്യാ അധ്യായം 60. നമുക്ക് യെശയ്യാവ് 60-ാം അധ്യായം 20-ാം വാക്യം നോക്കാം. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം, നിങ്ങളുടെ ദുഃഖത്തിന്റെ ദിനങ്ങൾക്ക് എന്ത് സംഭവിക്കും? തീർന്നു പോകും. നിങ്ങളുടേത് എന്ന പദം ആരെയാണ് സൂചിപ്പിക്കുന്നത്? യെശയ്യാവ് അധ്യായം 60-ൽ യെരൂശലേം സ്വീകരിക്കുന്ന ഭാവി മഹത്വത്തെ വിവരിക്കുന്നതിനാൽ നിങ്ങളുടെ ദുഃഖകാലം യെരൂശലേം കടന്നു പോകേണ്ടതായ ദുഃഖ ദിവസങ്ങളെ സൂചിപ്പിക്കുന്നു. നിന്റെ ദുഃഖകാലം, അവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? തീർന്നു പോകും. നിന്റെ ദുഃഖകാലം തീരുന്നതുവരെ യെരൂശലേമിനെ വിശ്വസിക്കാത്തവരും അവിടുത്തെ സംശയിക്കുന്നവരും അവിടുത്തെ ചോദ്യം ചെയ്യുന്നവരും അവിടുത്തെ തള്ളിക്കളയുന്നവരും അവിടുത്തെ ഭംഗം വരുത്തുന്നവരും ഉണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ യുഗത്തിലെ ചുറ്റുപാടും പുത്രന്റെ യുഗത്തിലെ ചുറ്റുപാടിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ദൈവം അവിടുത്തെ മഹത്വം പ്രകടമാക്കിയിരുന്നെങ്കിൽ സ്വർഗീയ പിതാവിന്റെയും സ്വർഗീയ മാതാവിന്റെയും മുമ്പാകെ ഒരു മനുഷ്യനും തല ഉയർത്തുമായിരുന്നില്ല. ദുഃഖത്തിന്റെ നാളുകൾ യെരൂശലേം ആർക്കുവേണ്ടിയാണ് സഹിക്കുന്നത്? അവിടുത്തെ മക്കൾ മൂലമുണ്ടാകുന്ന ദുഃഖത്തിന്റെ നാളുകൾ അവസാനിക്കുന്നതുവരെ യെരൂശലേം ഇത്തരത്തിലുള്ള ഒരു ചുറ്റുപാടിലും സാഹചര്യത്തിലും കടന്നു പോകണം. നമുക്ക് 14-ാം വാക്യത്തിലേക്കും പോകാം. അധ്യായം 14-ാം വാക്യം 14. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ചു നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരം എന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. ഇവിടെ നിന്നെ ക്ലേശിപ്പിക്കുന്നവർ ആരാണ്? അവർ യെരൂശലേമിനെ പീഡിപ്പിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ യെരൂശലേമിനെ പീഡിപ്പിക്കുന്നവർ എപ്പോഴും അവിടുത്തെ മേൽ വേദനയും യാതനയും വരുത്തുന്നു. ആ നിമിഷങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് അവിടുന്ന് അവിടുത്തെ മക്കളുടെ രക്ഷയ്ക്കായി ഈ വിലയേറിയ സമയം നൽകിയിരിക്കുന്നു. ഇങ്ങനെയാണ് മാനസാന്തരപ്പെടുവാനുള്ള സമയം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് നാം ഒരിക്കലും മറക്കരുത്. ഇങ്ങനെയാണ് മാനസാന്തരപ്പെടുവാനുള്ള സമയം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് നാം ഒരിക്കലും മറക്കരുത്. നമുക്ക് 14-ാം വാക്യം വീണ്ടും വായിക്കാം. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. ഈ മഹത്വപൂർണമായ ദിവസം അവസാനം വരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും ദൈവം നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തു. അവിടുന്ന് ദൈവമാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടുന്ന് പീഡിപ്പിക്കപ്പെടുന്നത്? അവിടുന്ന് ദൈവമാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടുന്ന് നിന്ദിക്കപ്പെടുന്നത് എന്ന് ചിലർ ചിന്തിച്ചേക്കാം. അവിടുന്ന് ശക്തനായ ദൈവമാണെങ്കിലും നിത്യപിതാവാണെങ്കിലും അവിടുന്ന് ക്രൂശിക്കപ്പെടുകയും രക്തം ചൊരിയുകയും ചെയ്തു. സ്വർഗത്തിൽ നാം ചെയ്ത പാപങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഫലമായാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് യെശയ്യാവ് 53-ാം അധ്യായത്തിലൂടെ യെശയ്യാ പ്രവാചകൻ വിശദീകരിക്കുന്നു. യെരൂശലേമിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അവിടുന്ന് പീഡിപ്പിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും നിന്നെ നിന്ദിക്കുന്ന എല്ലാവരും നിന്റെ കാൽക്കൽ നമസ്കരിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ സിയോൻ എന്നു നിന്നെ വിളിക്കും. ഇതാണ് ബൈബിൾ പ്രവചിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കണമെന്ന് പറയുന്ന തിരുവെഴുത്തുകൾ നിവൃത്തിയേറുന്നതിനാൽ ഈ സാഹചര്യം അനിവാര്യമാണെന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് അവിടുന്ന് ആർക്കുവേണ്ടിയാണ് ഈ കഷ്ടപ്പാടും നിന്ദയും അവജ്ഞതയും സഹിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ സ്വർഗീയ പിതാവിന്റെയും സ്വർഗീയ മാതാവിന്റെയും ത്യാഗത്തിനും അർപ്പണത്തിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടി നാം നന്ദിയും മഹത്വവും നൽകേണ്ടതുണ്ട്. നാം അവരുടെ ത്യാഗത്തെ ഒരിക്കലും തള്ളിക്കളയരുത്. ഈ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മെ സംരക്ഷിച്ച ദൈവം നമ്മുടെ പിതാവും മാതാവുമാണ്. അവസാനം വരെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ എത്രയും വേഗത്തിൽ നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങുവാൻ കഴിയുമെന്നും പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.